വല്ലാത്ത പുലിവാല് പിടിച്ച ഒരു കള്ളനെ കുറിച്ചാണ്. ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്നും പണം കവരുക എന്നതായിരുന്നു ഈ കള്ളൻ്റെ ഒരു ശ്രമം. പക്ഷേ അത് ജീവനക്കാരൻ തന്നെയാണ്. തെലങ്കാനയിലെ കമ്മറഡിയിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ കാണിക്കവഞ്ചിയിൽ നിന്നും പണം മോഷ്ടിക്കാനായി കൈയിട്ടു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കൈ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാതായിട്ടു. ഇത്രയും ഗതികെട്ട മറ്റൊരു കള്ളൻ ഉണ്ടാകില്ല. കമ്മറഡിയിലെ മസുപ്പള്ളി പോച്ചമ്മൻ ക്ഷേത്രത്തിലെ ജീവനക്കാരനായ സുരേഷാണ് കുടുങ്ങിയത്. ക്ഷേത്രത്തിൽ ആളില്ലാത്ത സമയത്ത് സുരേഷ് കാണിക്കവഞ്ചിയിൽ നിന്നും പണമെടുക്കാൻ നോക്കി. ഭണ്ഡാരത്തിൻ്റെ തുളയ്ക്ക് സാമാന്യം വലുപ്പമുണ്ടായിരുന്നതിനാൽ അതിനുള്ളിലേക്ക് കൈയിട്ട് പണമെടുക്കാനായിരുന്നു ശ്രമം. പണം കയ്യിൽ കിട്ടിയെങ്കിലും തിരിച്ച് കൈയെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പണി പാളിയത്. ഏറെ പണിപ്പെട്ടിട്ടും കൈ പുറത്തെടുക്കാനായില്ല. രാവിലെ ക്ഷേത്രത്തിലേക്ക് മറ്റാളുകൾ എത്തിയപ്പോഴാണ് ഭണ്ഡാരത്തിനുള്ളിൽ കൈ കുടുങ്ങിയ നിലയിൽ സുരേഷിനെ കണ്ടെത്തിയത്. തുടർന്ന് കമ്മറഡി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടി. മോഷണ ശ്രമത്തിനുള്ള കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഹൈദരാബാദ്. ശ്രീധരനുണ്ട്. ശ്രീധരൻ എന്ത് ചെയ്യാലേ, ചെയ്തൊരു തെറ്റാണ്, അതിൻ്റെ പിന്നാലെ ഇങ്ങനെയൊരു കുടുക്കുണ്ടാകുന്നു. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എങ്ങനെയാണ് പിന്നെ ഇയാളുടെ കൈ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത്? ദിവിഷ്, ഈ കയ്യെ ഭണ്ഡാരത്തിൻ്റെ ഉള്ളിലിട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അയാളൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും. മറ്റേ പാട്ടുണ്ടല്ലോ, അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുവാൽ എന്നുള്ളത്. ഏതായാലും എനിക്ക് തോന്നുന്നു അങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇയാൾ അമ്പലത്തിലെ ജീവനക്കാരനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. അമ്പലത്തിൽ ആരും ഇല്ലാത്ത സമയത്താണ് ഇയാൾ പണം മോഷ്ടിക്കുന്നത്. സാധാരണ ഇയാൾ ഭണ്ഡാരത്തിൽ നിന്ന് അത്യാവശ്യം പൈസയൊക്കെ എടുത്ത് സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഏതായാലും പതിവ് പോലെ ഇയാൾ വീണ്ടും ഈ ഭണ്ഡാരത്തിനുള്ളിലേക്ക് കൈയിട്ടു. പക്ഷേ കയ്യിൽ കാശൊക്കെ കിട്ടി. കയ്യെ തിരിച്ചെടുക്കാൻ നോക്കുമ്പോൾ കൈ അവിടെ കുടുങ്ങുകയായിരുന്നു. ഏറെ പണിപ്പെട്ടിട്ടും ഇയാൾക്ക് കയ്യെ പുറത്തെടുക്കാൻ പറ്റിയില്ല. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ അവിടേക്ക് ക്ഷേത്രത്തിൻ്റെ മറ്റ് ആളുകളും അതുപോലെ തന്നെ തൊഴാൻ വന്ന ഭക്തരൊക്കെ വന്നപ്പോഴാണ് ഭണ്ഡാരത്തിൻ്റെ ഉള്ളിൽ കൈ കുടുങ്ങിയ നിലയിൽ ഇയാളെ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. ഇയാളെ തിരിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഈ ഭണ്ഡാരത്തിൻ്റെ തുള അത് ഡ്രില്ല് ചെയ്ത് മാറ്റിയാണ് ഇയാളെ പുറത്തെടുത്തത്. നിലവിലേതായാലും ഇയാൾക്ക് ഇപ്പോൾ ഇയാളെ റിമാൻഡ് ചെയ്ത് ഇയാളെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ സ്വന്തം അന്നം തരുന്ന ഇടത്തു നിന്ന് മോഷ്ടിച്ച ഒരു കള്ളന് അല്ലെങ്കിൽ ആ ജീവനക്കാരന് തന്നെ ഇത് വല്ലാത്തൊരു പൊല്ലാപ്പായി മാറിയിരിക്കുകയാണ്. ശരിയാണ്. എന്തായാലും ഇത്തരം ഈ കാണിക്കവഞ്ചി മോഷണമൊക്കെ അല്ലേ പലപ്പോഴും പതിവായി നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. പക്ഷേ ഇത് ആ അമ്പലത്തിലെ ജീവനക്കാരൻ തന്നെ അത് ചെയ്യുക, അത് ഇതേപോലെ കുടുക്കുമായി പോവുക എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഉദ്യമത്തിന് അദ്ദേഹം മുതിരില്ല എന്ന് നമുക്ക് കരുതാം. അത് മറ്റ് കള്ളന്മാർക്ക് കൂടി പാഠമാകട്ടെ.